ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ഏറ്റവും ബേസിക് സെക്ഷനെക്കുറിച്ചാണ്. പി എസ് സി ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് അധികം ഡീപ്പായിട്ട് പഠിക്കേണ്ടാത്ത സെക്ഷൻ, എന്നാൽ ബേസിക്കായിട്ട് പഠിച്ച് നമുക്ക് മാർക്ക് വാങ്ങാവുന്ന സെക്ഷൻ. ദ്രവ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമായതും ഭാരമുള്ളതുമായ വസ്തുക്കളെ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്രവ്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാറ്റർ എന്ന് പറയുന്നത്. ദ്രവ്യം അല്ലെങ്കിൽ മാറ്ററിന് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അതിനെന്തുണ്ടായിരിക്കണം? ഒരു ഭാരവും. അതിനൊരു ഭാരവും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ദ്രവ്യം എന്ന് വിളിക്കാം. ദ്രവ്യത്തിന് മേജറായിട്ട് 7 അവസ്ഥകളാണുള്ളത്. ഇതിൽ 3 നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നമ്മൾ ധാരാളമായി നോക്കണമെന്നില്ല. പക്ഷേ 7 അവസ്ഥയെക്കുറിച്ചും നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 3 അവസ്ഥകൾ, ദ്രവ്യത്തിൻ്റെ ഏറ്റവും ബേസിക് 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. സോളിഡും ലിക്വിഡും ഗ്യാസ് എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ബാക്കി 4 അവസ്ഥകളാണ് നമ്മൾ ഹയർ ലെവൽ ഫിസിക്സിലേക്ക് വരുന്നത്. എക്സാമിന് ചോദ്യം വരുന്നതും ഈ ഒരു 4 സെക്ഷനിൽ നിന്നായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 സെക്ഷനുകളാണ് 4ാമത്തെ അവസ്ഥയും 5ാമത്തെ അവസ്ഥയും. 4ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മയും 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുമാണ്. 4ാമത്തെ അവസ്ഥ എത്രയാണ് അല്ലെങ്കിൽ 5ാമത്തെ അവസ്ഥ എത്രയാണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. 4ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ, 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. 6ാമത്തെ അവസ്ഥ വിളിക്കുന്ന പേര്, ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ വിളിക്കുന്ന പേര് ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നും 7ാമത്തെ അവസ്ഥ വിളിക്കുന്ന പേര് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നുമാണ്. ചോദ്യത്തിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 6ാമത്തെ സെക്ഷനിൽ നിന്നും 7ാമത്തെ സെക്ഷനിൽ നിന്നും ചോദ്യം വരുന്നത് കുറവാണ്. എന്നാൽ 4ാമത്തേതിൽ നിന്നും 5ാമത്തേതിൽ നിന്നും ചോദ്യം ധാരാളമായി കണ്ടുവരാറുമുണ്ട്. എക്സാമിന് ആവശ്യമായ സെക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ 1ാമത്തെ അവസ്ഥ ഖരാവസ്ഥ. നിശ്ചിതമായ ആകൃതിയുള്ളതും വ്യാപ്തമുള്ളതുമായ ഖരവസ്തുക്കൾ, ഇവയിൽ തന്മാത്ര വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഖരപദാർത്ഥം എടുത്തു നോക്കിയാൽ അവയ്ക്ക് നിശ്ചിതമായ ആകൃതിയും നിശ്ചിതമായ വ്യാപ്തവും ഉണ്ടായിരിക്കും. ഇവയിൽ തന്മാത്രകൾ വളരെ അടുത്തടുത്തടുത്തായാണ് നിലകൊള്ളുന്നത്. ദ്രാവകത്തിൽ ഒരു നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും, എന്നാൽ തന്മാത്രകൾ ഇത്ര അടുത്ത് സ്ഥിതി ചെയ്യണമെന്ന് പറയുന്നില്ല. ഇനി പോകുന്നത് വാതകാവസ്ഥയിലേക്ക്. നിശ്ചിതമായ ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വാതകാവസ്ഥ. ഏത് വസ്തുവിലാണോ അത് ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ആകൃതിയും അതിന് ഉൾക്കൊള്ളാവുന്ന വ്യാപ്തവുമായിട്ടാണ് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ മാറുന്നത്. ഇതിൽ തന്മാത്രകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥയുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് കാര്യമായിട്ട് ചോദ്യം കണ്ടുവരാറില്ല. എന്നാൽ പ്ലാസ്മയെക്കുറിച്ചുള്ള ചോദ്യം, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. വളരെ ഉയർന്ന ഊഷ്മാവിൽ പദാർത്ഥം കൈവരിക്കുമ്പോഴാണ് ആ വസ്തു പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൽ, ഭൂമിയുടെ കാര്യമല്ല പറയുന്നത്, പ്രപഞ്ചത്തിൽ ദ്രവ്യം 99% പ്ലാസ്മ അവസ്ഥയിലാണ് ഉൾക്കൊള്ളുന്നത്. വളരെ ഉയർന്ന ഊഷ്മാവിലേക്ക് ഒരു പദാർത്ഥം മാറുമ്പോഴാണ് പ്ലാസ്മ അവസ്ഥയിലേക്ക് എത്തുന്നത്. പ്രപഞ്ചത്തിൻ്റെ 99% പദാർത്ഥവും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. എക്സാമിന് പല പ്രാവശ്യവും ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇടിമിന്നൽ, സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയിൽ പദാർത്ഥം ഏതവസ്ഥയിലാണ് എന്നാണ്. ഇത് പ്ലാസ്മ അവസ്ഥയിലാണ് കാണുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഇടിമിന്നൽ. നമുക്കറിയാവുന്ന ഇടിമിന്നലിൽ ദ്രവ്യം ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് 2 പേരാണ്. ബോസ് ഐൻസ്റ്റീൻ, ഏത് ബോസാന്ന് ചോദിച്ചാൽ അത് സത്യേന്ദ്രനാഥ് ബോസും ഐൻസ്റ്റീൻ, നമുക്കറിയാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീനും. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ നിർമ്മാണ ഘടകം എന്ന് പറയുന്ന ദ്രവ്യത്തിൻ്റെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ബോസോണുകളാണ്. ചോദ്യം വന്നേക്കാം, ബോസോണുകൾ ഏതിൻ്റെ നിർമ്മാണ ഘടകമാണെന്ന്. 5ാമത്തെ ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ നിർമ്മാണ ഘടകമാണ് ബോസോണുകൾ എന്ന് പറയുന്നത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അവസ്ഥയിൽ പദാർത്ഥങ്ങൾ സൂപ്പർ ഫ്ലൂയിഡിറ്റിയിൽ കാണിക്കുന്നു. ഭൂഗുരുത്വാകർഷണത്തിന് എതിരായി പദാർത്ഥത്തിന് ചലിക്കാൻ സാധിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ താഴ്ന്ന അവസ്ഥയിൽ നിലകൊള്ളുന്ന പദാർത്ഥങ്ങളാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്.
വളരെ താഴ്ന്ന ഊഷ്മാവിലാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിലകൊള്ളുന്നതെങ്കിൽ വളരെ ഉയർന്ന ഊഷ്മാവിൽ നിലകൊള്ളുന്ന വസ്തുക്കളാണ് ഏഴാമത്തെ അവസ്ഥയായ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുടെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ക്വാർക്കുകളാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പിണ്ഡത്തെക്കുറിച്ച്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എത്രയാണോ ആ അളവിനെ വിളിക്കുന്ന പേരാണ് മാസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തു നമ്മൾ എടുക്കുന്നു, ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് പിണ്ഡം എന്ന് പറയുന്നത്. ഈ പിണ്ഡം അളക്കാനായി നമ്മുടെ കയ്യിൽ യൂണിറ്റ് ഉണ്ട്. പിണ്ഡം അളക്കുന്ന യൂണിറ്റാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. പിണ്ഡം അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ കിലോഗ്രാം. ഫിസിക്സിൻ്റെ ഏറ്റവും ബേസിക് സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദ്രവ്യവും പിണ്ഡവും വളരെ ബേസിക് ആയിട്ടുള്ള സെക്ഷനാണ്, പക്ഷേ ചോദ്യം വരുന്ന സെക്ഷനാണ്, ഡീപ്പായിട്ട് പഠിക്കേണ്ടാത്ത സെക്ഷനാണെന്ന് കൂടി പറയുന്നു. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.